ഹലോ ഫ്രണ്ട്സ്, അച്ചീവർ സ്റ്റഡി വ്ളോഗ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഇംഗ്ലീഷ് സീരീസിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡായ വെർബിനെ പറ്റിയും അതിൻ്റെ പല ഡിവിഷൻസും PYQമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൻ്റെ മുന്നേയുള്ള വീഡിയോസ് നമ്മുടെ ചാനൽ പ്ലേലിസ്റ്റിലുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. സോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യമായിട്ട് നമുക്ക് വെർബ് എന്താണെന്ന് മനസ്സിലാക്കാം. എന്താണ് ഒരു വെർബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമുക്കൊരു ഡെഫിനിഷൻ നോക്കാം. ഇറ്റ് ഈസ് എ വേർഡ് ഓർ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ഓർ ഫ്രേസ് to express an action, an event or a state. അപ്പോൾ എന്താണ്? It is a word or group of words or phrase to express an action, an event or a state. അപ്പോൾ വെർബ് എന്ന് പറയുന്നത് എന്തിനെയൊക്കെ സൂചിപ്പിക്കുന്നതാണ്? എന്തിനെയൊക്കെയാണ് ഇത് എക്സ്പ്രസ് ചെയ്യുന്നത്? ചിലപ്പോൾ ഇതൊരു ആക്ഷനെ ആയിരിക്കാം, അല്ലെങ്കിൽ ഇതൊരു ഇവൻറ്റിനെ ആയിരിക്കാം, അല്ലെങ്കിൽ ഇതൊരു സ്റ്റേറ്റിനെ ആയിരിക്കാം. അപ്പോൾ എന്താണ്? എന്തെങ്കിലും ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവത്തെ സൂചിപ്പിക്കുന്നു, അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അവസ്ഥയെ സൂചിപ്പിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നത്? വെർബ് എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് ഷീ ഡ്രിങ്ക്സ് മിൽക്ക്, എന്താണ്? അവൾ പാല് കുടിക്കുന്നു. അപ്പോൾ അതൊരു പ്രവൃത്തിയല്ലേ? അപ്പോൾ ഈ പ്രവൃത്തിയെ സൂചിപ്പിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? വെർബ് എന്ന് പറയുന്നത്. സോ വെർബ് എന്ന് പറയുന്നത് ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കുന്നതാണെന്ന് നമുക്ക് സിമ്പിളായിട്ട് ഓർത്തിരിക്കാം. മറ്റൊരു എക്സാമ്പിളാണ് ദേ സ്റ്റഡി ഇംഗ്ലീഷ്. അപ്പം ദേ സ്റ്റഡി ഇംഗ്ലീഷ്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ആ രണ്ട് വെർബുകൾ നോക്കിയേ. ഷീ ഡ്രിങ്ക്സ് മിൽക്ക്, അതുപോലെ ദേ സ്റ്റഡി ഇംഗ്ലീഷ്. ഷീ ഡ്രിങ്ക്സ് മിൽക്കിനകത്തെ വെർബ് ഏതാണ്? ഡ്രിങ്ക് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഡ്രിങ്കിൻ്റെ കൂടെ എസ് എന്ന് പറഞ്ഞൊരു എക്സ്ട്രാ ഒരു ലെറ്റർ കൂടി ചേർത്തിരിക്കുന്നുണ്ടല്ലേ? ഡ്രിങ്ക്സ് എന്ന് കൊടുത്തേക്കുന്നത് കണ്ടില്ലേ? അതെന്തുകൊണ്ടായിരിക്കാം? ഷീ സിംഗുലർ ആയതുകൊണ്ടാണല്ലേ? അപ്പോൾ ഷീ സിംഗുലർ ആയതുകൊണ്ടാണ് നമ്മൾ വെർബിൻ്റെ കൂടെ എസ് അല്ലെങ്കിൽ ES ചേർക്കേണ്ടത്. അതേപോലെ തൊട്ട് താഴെ ദേ ആണെങ്കിലോ? ദേ പ്ലൂറൽ ആണല്ലേ? അപ്പോൾ പ്ലൂറൽ ആണെങ്കിൽ, സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വെർബിന് എസ് ഓർ ES ഒന്നും ചേർക്കേണ്ട. വെർബ് എങ്ങനെയാണോ ഉള്ളത് അതുപോലെ തന്നെ കൊടുത്താൽ മതിയാവും. ഈ ഒരു കാര്യം കൂടെ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. സോ നമുക്ക് ഈ ഒരു എസ് ഓർ ESൻ്റെ യൂസേജ് വെച്ചിട്ട് കുറച്ച് എക്സാമ്പിൾസും കൂടെ നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ, ഷീ ഡാഷ് ആൻ ആപ്പിൾ. ഇതിൽ ഈറ്റ് ആയിരിക്കോ ഈറ്റ്സ് ആയിരിക്കോ വരിക? ഷീ ഡാഷ് ആൻ ആപ്പിൾ. അപ്പം എന്താണ്? ഷീ ഈറ്റ്സ് ആൻ ആപ്പിൾ എന്നായിരിക്കും വരിക. കാരണം എന്താണ്? ഷീ സിംഗുലർ ആണ്, അതുകൊണ്ട് എന്തായിരിക്കും? വെർബിൻ്റെ എസ് ഫോം ആയിരിക്കും വരിക. എസ് അല്ലെങ്കിൽ ES ഫോം ആയിരിക്കും വരിക. അപ്പോൾ ഷീ ഈറ്റ്സ് ആൻ ആപ്പിൾ. നെക്സ്റ്റ് വൺ, വർക്കേഴ്സ് ഡാഷ് ദെയർ ജോബ്. അപ്പം എന്താണ്? വർക്കേഴ്സ് ഡാഷ് ദെയർ ജോബ്. ഇതിൽ ഡു ആയിരിക്കുമോ ഡസ് ആയിരിക്കുമോ വരിക? ഇവിടെ ഡു ആയിരിക്കും വരിക. കാരണം എന്താണ്? വർക്കേഴ്സ് പ്ലൂറൽ ആയതുകൊണ്ട് വെർബ് എന്തായിരിക്കും? അതേ ഫോമിൽ തന്നെ ആയിരിക്കും വരിക. ദ നെക്സ്റ്റ് വൺ, ഫാദർ ഡാഷ് ഇൻ ദ മോർണിംഗ്. ഇതിൽ വാക്കായിരിക്കുമോ വാക്സ് ആയിരിക്കും വരിക? ഫാദർ വാക്സ് ഇൻ ദ മോർണിംഗ് എന്നായിരിക്കും. ഇപ്പോൾ സിംഗുലർ ആയതുകൊണ്ട് എന്താണ്? വാക്സ് എന്നായിരിക്കും നമ്മൾ കൊടുക്കുക. ദെൻ സ്റ്റുഡൻസ് ഡാഷ് ബയോളജി. ഇപ്പം എന്താണ്? സ്റ്റുഡൻസ് ഡാഷ് ബയോളജിയിൽ എന്തായിരിക്കും വരിക? സ്റ്റഡി ആയിരിക്കും. എന്താണ്? സ്റ്റുഡൻസ് പ്ലൂറൽ ആയതുകൊണ്ട് വെർബിൻ്റെ അതേ ഫോം തന്നെ കൊടുക്കുക, സ്റ്റഡി ആയിരിക്കും. അപ്പോൾ എന്താണ്? ഷീ ഈറ്റ്സ് ആൻ ആപ്പിൾ, വർക്കേഴ്സ് ഡു ദെയർ ജോബ്, ഫാദർ വർക്ക്സ് ഇൻ ദ മോർണിംഗ്, സ്റ്റുഡൻറ്റ് സ്റ്റഡി ബയോളജി. ഇപ്പോൾ വെർബിൻ്റെ ഡെഫിനിഷനിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. വെർബ് എന്ന് പറഞ്ഞാൽ എന്തിനെയൊക്കെയാണ് സൂചിപ്പിക്കുന്നത്? ആക്ഷൻസിനെ സൂചിപ്പിക്കുന്നുണ്ട്, അതുപോലെ ഫീലിങ്സ് അല്ലെങ്കിൽ എക്സ്പീരിയൻസസിനെ അല്ലെങ്കിൽ ഇവൻറ്റിനെയൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്, അതുപോലെ ചില കണ്ടീഷൻസ് അല്ലെങ്കിൽ സ്റ്റേറ്റിനെ സൂചിപ്പിക്കുന്നുണ്ടെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് കുറച്ച് വെർബുകൾ ഏതൊക്കെയാണെന്നും കൂടെ നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ, വെർബ്സ് റെഫറിങ് ടു ആക്ഷൻസ്. അതായത് ആക്ഷൻസിനെ സൂചിപ്പിക്കുന്ന വെർബുകൾ ഏതൊക്കെയാണെന്ന് നമുക്കതിനെ ആക്ഷൻ വെർബ് എന്നും പറയാം. ഓക്കെ, അപ്പോൾ ആക്ഷൻ വെർബുകൾ എന്ന് പറയുമ്പം ഏതൊക്കെയാണ്? കുറച്ച് എക്സാമ്പിൾസ് നോക്കിയേ. വാക്ക്, റൺ, ടോക്ക്, സിറ്റ്, റീഡ്, റൈറ്റ്, ജോഗ്, സ്ലീപ്പ്, ജമ്പ്. ഇതൊക്കെ എന്തിന് ഉദാഹരണങ്ങളാണ്? ആക്ഷൻ വെർബ്സിന് ഉദാഹരണങ്ങളാണ്. വാക്ക് എന്ന് പറയുമ്പോൾ നടക്കുക, റൺ എന്ന് പറയുമ്പോൾ ഓടുക, ടോക്ക് എന്ന് പറയുമ്പോൾ സംസാരിക്കുക, സിറ്റ് ഇരിക്കുക, റീഡ് വായിക്കുക, റൈറ്റ് എഴുതുക, ജോഗ് മീൻസ് ജോഗിങ് ചെയ്യുക എന്നുള്ളത്, സ്ലീപ്പ് ആണെങ്കിൽ ഉറങ്ങുക, ജമ്പ് ആണെങ്കിൽ ചാടുക. അപ്പോൾ ഈ ഒരു വേർഡ്സൊക്കെ എന്താണ്? ആക്ഷൻ, ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കുന്നതല്ലേ? അതുകൊണ്ടാണ് ഇവയെ നമ്മൾ ആക്ഷൻ വെർബുകൾ എന്ന് പറയുന്നത്. അതുപോലെ മറ്റൊരു കാറ്റഗറിയാണ് വെർബ്സ് റെഫറിങ് ടു എക്സ്പീരിയൻസസ് ഓർ ഫീലിങ്സ്. ചില ഫീലിങ്സിനെ സൂചിപ്പിക്കുന്ന ചില ക്രിയകളുണ്ട്. അത് ഏതൊക്കെയാണ്? ലവ്, ഹേറ്റ്, എൻവി, ബിലീവ്, ട്രസ്റ്റ്, ഫീൽ, എൻട്രസ്റ്റ്, എക്സ്പീരിയൻസ്. എന്തൊക്കെയാണ്? ലവ് എന്ന് പറയുമ്പം സ്നേഹിക്കുക, ഹേറ്റ് എന്ന് പറയുമ്പോൾ വെറുക്കുക, എൻവി എന്ന് പറയുമ്പം അസൂയപ്പെടുക, ബിലീവ് വിശ്വസിക്കുക, ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുക, ഫീൽ എന്ന് പറയുമ്പോൾ അനുഭവിക്കുക, എൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ചുമതല ഏൽപ്പിക്കുക എന്നുള്ളതാണ്. എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ നമ്മളത് എക്സ്പീരിയൻസ് ചെയ്യുക അല്ലെങ്കിൽ നമ്മളത് എന്തായാലും അനുഭവിക്കുക എന്നുള്ളത്. സോ ഇതൊക്കെ എന്തിൻ്റെ കീഴിൽ വരുന്നതാണ്? ഫീലിങ്സ് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ചില വെർബുകളാണ്. ഓക്കെ, മറ്റൊരു കാറ്റഗറിയാണ് വെർബ്സ് റെഫറിങ് ടു സ്റ്റേറ്റ് ഓർ കണ്ടീഷൻ. അതായത് ചില അവസ്ഥകളെ അല്ലെങ്കിൽ ചില കണ്ടീഷൻസിനെ സൂചിപ്പിക്കുന്ന വെർബുകൾ ഏതൊക്കെയാണ്? ഈസ്, ആറ്, വാസ്, വെയർ, ഹാസ്, ഹാവ്, വിൽ ബി,
അപ്പിയർ, സീം, ബിക്കം, ബീൻ. ഇതൊക്കെ എന്തിനെ സൂചിപ്പിക്കുന്നതാണ്? ചില സ്റ്റേറ്റ് അല്ലെങ്കിൽ ചില കണ്ടീഷൻസിനെ സൂചിപ്പിക്കുന്നതാണ്. സോ ഇത്തരത്തിലുള്ള വെർബുകളെ നമ്മൾ ടു ബി ഫോം എന്നും പറയാറുണ്ട്. എന്താണ് ടു ബി ഫോം എന്നും പറയുന്നത്? ഏത് തരത്തിലുള്ള വെർബുകളെയാണ്? കണ്ടീഷൻസ് അല്ലെങ്കിൽ സ്റ്റേറ്റിനെ സൂചിപ്പിക്കുന്ന വെർബുകളെയാണ്. അവ ഏതൊക്കെയാണ്? ഈസ്, ആറ്, വാസ്, വെയർ, ഹാസ്, ഹാവ്, വിൽ ബി, അപ്പിയർ, സീം, ബിക്കം, ബീൻ. ഇത്രയും എന്താണ്? ജസ്റ്റ് നമ്മളൊന്ന് ഓർത്തിരിക്കുക എന്തൊക്കെയാണെന്നുള്ളത്. ആക്ഷൻ വെർബുകൾക്ക് കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞു. അതുപോലെ ഫീലിങ്സ് അല്ലെങ്കിൽ എക്സ്പീരിയൻസിന് കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞു. അതുപോലെ ടു ബി ഫോം ആയിട്ട് അല്ലെങ്കിൽ ചില സ്റ്റേറ്റ് അല്ലെങ്കിൽ ചില കണ്ടീഷൻസിനെ സൂചിപ്പിക്കുന്നതിന് നമ്മൾ എക്സാമ്പിൾ പറഞ്ഞു. ഒരു സെന്റൻസിലെ വെർബിന്റെ റോൾ അനുസരിച്ച് വെർബിനെ പലതായി തിരിച്ചിട്ടുണ്ട്. അതിൽ മെയിൻ 2 കാറ്റഗറിയാണ് മെയിൻ വെർബ്സും ഓക്സിലറി വെർബ്സും. ഇതാണ് വെർബിന്റെ 2 പ്രധാനപ്പെട്ട കാറ്റഗറീസ് ആണ് മെയിൻ വെർബ്സും ഓക്സിലറി വെർബ്സും. മെയിൻ വെർബ്സിനെ വീണ്ടും പലതായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് ട്രാൻസിറ്റീവ് വെർബ്സ് ആൻഡ് ഇൻട്രാൻസിറ്റീവ് വെർബ്സ്, അതുപോലെ റെഗുലർ വെർബ്സ് ആൻഡ് ഇറഗുലർ വെർബ്സ്, ഫിനിറ്റ് വെർബ്സ് ആൻഡ് നോൺ ഫിനിറ്റ് വെർബ്സ്. അതുപോലെ ഓക്സിലറി വെർബ്സിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഒന്ന് പ്രൈമറി ഓക്സിലറി വെർബ്സ്, മോഡൽ ഓക്സിലറി വെർബ്സ്, ദെൻ സെമി മോഡൽ ഓക്സിലറി വെർബ്. ഇവ എന്തൊക്കെയാണ് നമുക്കിനി വിശദമായിട്ട് പഠിക്കാം. ഒരു സെന്റൻസിൽ പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന വേർഡാണ് വെർബ് എന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ വെർബിന്റെ കുറെ ക്ലാസിഫിക്കേഷനും പറഞ്ഞു. അതിലെ ഫസ്റ്റ് വൺ ആണ് മെയിൻ വെർബ് എന്ന് പറയുന്നത്. എന്താണ് മെയിൻ വെർബ് എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ദ പ്രിൻസിപ്പൽ വെർബ് ഇൻ എ സെന്റൻസ്. അപ്പം എന്താണ്? ഒരു സെന്റൻസിലെ ഏറ്റവും പ്രധാനപ്പെട്ട വെർബാണ് മെയിൻ വെർബ് എന്ന് പറയുന്നത്. ഇറ്റ് ഡിനോട്ട്സ് ദ ആക്ഷൻ പെർഫോംഡ് ബൈ ദ പ്രൈമറി സബ്ജക്റ്റ് ഇൻ എ കണ്ടന്റ്. ഒരു സെന്റൻസിനകത്തെ പ്രൈമറി സബ്ജക്റ്റ് ആയിട്ടുള്ള, അതായത് പ്രധാനപ്പെട്ട സബ്ജക്റ്റ് ആരാണോ ആ സബ്ജക്റ്റ് ചെയ്യുന്ന പ്രവൃത്തിയെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മെയിൻ വെർബ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ആയിട്ട് നോക്കിയാൽ ടൊവിനോ ആക്ട്സ് ഇൻ എ മൂവി. അപ്പം എന്താണ്? ടൊവിനോ ആക്ട്സ് ഇൻ എ മൂവി എന്ന് പറഞ്ഞാൽ എന്താണ്? ടൊവിനോ മൂവിയിൽ അഭിനയിക്കുന്നു, അല്ലെ, സിനിമയിൽ അഭിനയിക്കുന്നു. ഇതിൽ ടൊവിനോ എന്ന് പറയുന്നതാണ് ആ സെന്റൻസിലെ മെയിൻ സബ്ജക്റ്റ് അല്ലെങ്കിൽ പ്രവൃത്തി ചെയ്യുന്ന മെയിൻ ആളെന്ന് പറയുന്നത്. സോ ഇതിനകത്ത് വെർബ് എന്തായിരിക്കും? അപ്പോൾ ആക്ട് ആണ്, അല്ലേ? അപ്പോൾ ആക്ട് ആണ് ഇവിടുത്തെ മെയിൻ വെർബ് എന്ന് പറയുന്നത്. മെയിൻ വെർബ് എന്താണെന്ന് നമ്മളിപ്പോൾ പറഞ്ഞു. ഇനി നമ്മൾ നോക്കുന്നത് ഈ മെയിൻ വെർബ് തന്നെ പലതരത്തിലുണ്ട്. V1 ഫോം, V2 ഫോം, V3 ഫോം ആൻഡ് V4 ഫോം. അങ്ങനെ 4 തരത്തിലുള്ള വെർബുകളാണ് മെയിൻ വെർബിനകത്ത് ഉൾപ്പെടുന്നത്. അതും കൂടെ എന്താണെന്ന് നമുക്ക് നോക്കാം. എന്താണ് V1 ഫോം എന്ന് പറയുന്നത്? വെർബിൻ്റെ ആദ്യ രൂപമാണ്. അപ്പോൾ എന്താണ്? ഒരു ക്രിയ എങ്ങനെയാണോ അതേപോലെ തന്നെയുള്ള രൂപം, അതായത് അത് തന്നെയാണ് വെർബിൻ്റെ ആദ്യ രൂപം. ഫോർ എക്സാമ്പിൾ വാക്ക്, ജമ്പ്, ഗോ, റൈറ്റ്. ഇതൊക്കെ എന്താണ്? വെർബിൻ്റെ ആദ്യ രൂപമാണ്, അതായത് V1 എന്ന് നമുക്ക് ഡിനോട്ട് ചെയ്യാം. നെക്സ്റ്റ് വൺ ആണ് V2 ഫോം. എന്താണ് V2 ഫോം എന്ന് പറയുന്നത്? ഇത് വെർബിൻ്റെ പാസ്റ്റ് രൂപങ്ങളാണ്. വെർബിൻ്റെ പാസ്റ്റ് രൂപം എന്ന് വെച്ചാൽ എന്താണ്? എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്ത് കഴിഞ്ഞു അതിനെ സൂചിപ്പിക്കുന്നതാണ് V2 ഫോം എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ എന്തൊക്കെ വരും? വാക്ക്ഡ്, ജംപ്ഡ്, വെൻറ്റ്, റോട്ട്. ഇതൊക്കെയായിരിക്കും V2 ഫോം അല്ലെങ്കിൽ പാസ്റ്റ് രൂപങ്ങൾ എന്ന് പറയുന്നത്. ദെൻ V3 ഫോം എന്ന് പറയുന്നത് എന്തായിരിക്കും? പാസ്റ്റ് പെർഫെക്റ്റ് രൂപങ്ങളാണ്, അല്ലേ? അപ്പം അതിനകത്ത് വരുന്ന ഏതൊക്കെയായിരിക്കും? വാക്ക്ഡ്, ജംപ്ഡ്, ഗോൺ, റിട്ടൺ. ഇതൊക്കെ എന്താണ്? V3 ഫോംസ് ആണ്. അതുപോലെ ഒരു ഫോമും കൂടെ ഉണ്ട്, V4 ഫോം. V4 ഫോം അധികം നമ്മൾ കേട്ട് കാണില്ലായിരിക്കും. എങ്കിലും V4 എന്ന് പറയുന്നത് എന്താണ്? വെർബിൻ്റെ കൂടെ ING ചേർത്ത് വരുന്ന രൂപങ്ങളാണ് V4 രൂപങ്ങൾ എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ എന്തൊക്കെയാണ്? വാക്കിങ്, ജമ്പിങ്, ഗോയിങ്, റൈറ്റിംഗ് ഒക്കെ എന്തിന് എക്സാമ്പിളാണ്? V4ന് എക്സാമ്പിളാണ്. എന്താണ് മെയിൻ വെർബ് എന്ന് പറയുന്നത്? ഒരു സെൻറ്റൻസിലെ പ്രധാനപ്പെട്ട സബ്ജക്റ്റ് ചെയ്യുന്ന പ്രവൃത്തിയാണ് നമ്മൾ മെയിൻ വെർബ് എന്ന് പറയുന്നത്. ഈ മെയിൻ വെർബിന് തന്നെ 4 രൂപങ്ങളുണ്ട്. V1 ഫോം, V2 ഫോം, V3 ഫോം, ദെൻ V4 ഫോം. മെയിൻ വെർബ്സിൻ്റെ 4 ഫോംസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. സോ അതിന് കുറച്ച് എക്സാമ്പിൾ കൂടി നമുക്ക് നോക്കിയാലോ. ഫസ്റ്റ് വൺ ഫെൽ ആൻഡ് V2 ഫോം എന്താണ്? ഫെൽറ്റ്. V3 ഫോം ഫെൽറ്റ്. V4 ഫോം ഫീലിംഗ്. ഓക്കെ. അതുപോലെ ഡിഗ്, ഡഗ്, ഡഗ്, ഡിഗിങ്. ദെൻ ബെൻഡ്, 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 ബെൻഡിങ്. Then bleed, bled, bled, bleeding. Then catch, caught, caught, catching. Then knock, knocked, knocked, knocking. Then match, matched, matched, matching. Then jump, jumped, jumped, jumping. Fry, fried, fried, frying. The last one end, entered, entered, ending. So ഇത്രയുമാണ് മെയിൻ വെർബ്സിൻ്റെ 4 V ഫോംസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് മെയിൻ വെർബിൻ്റെ ഫസ്റ്റ് ക്ലാസിഫിക്കേഷനായ ട്രാൻസിറ്റീവ് ആൻഡ് ഇൻട്രാൻസിറ്റീവ് വെർബിനെ പറ്റി മനസ്സിലാക്കാം. എന്താണ് ട്രാൻസിറ്റീവ് ആൻഡ് ഇൻട്രാൻസിറ്റീവ് വെർബ് എന്ന് പറയുന്നത്? ദീസ് ആർ യൂസ്ഡ് ടു ഡിനോട്ട് ഹൗ എ വെർബ് ആക്ട്സ് വെൻ യൂസ്ഡ് വിത്ത് എ ഡയറക്റ്റ് ഒബ്ജക്റ്റ് ആൻഡ് ആൻ ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ്. ഇപ്പം എന്താണ്? ഒരു സെൻറ്റൻസിൽ ഡയറക്റ്റ് ഒബ്ജക്റ്റും ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് വരുന്നതനുസരിച്ചുള്ള ക്ലാസിഫിക്കേഷൻസ് ആണ് ട്രാൻസിറ്റീവ് ആൻഡ് ഇൻട്രാൻസിറ്റീവ് വെർബ് എന്ന് പറയുന്നത്. ഡയറക്റ്റ് ഒബ്ജക്റ്റും ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റും എന്താണ് ഉദ്ദേശിക്കുന്നത്? ഡയറക്റ്റ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഒരു സെൻറ്റൻസിൽ പ്രധാനമായിട്ടും സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ് എന്നീ 3 ഭാഗങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക. ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? പ്രവൃത്തി ചെയ്യുന്നയാൾ. വെർബ് എന്താണ്? സബ്ജക്റ്റ് ചെയ്യുന്ന പ്രവൃത്തി. ദെൻ ഒബ്ജക്റ്റ് എന്താണ്?
ആ വ്യക്തി എന്ത് പ്രവൃത്തിയാണോ ചെയ്യുന്നത് അതിനെയാണ്. അതായത് താൻ എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരമുണ്ടെങ്കിൽ അതാണ് എന്തെന്ന് പറയുന്നത്, ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. സോ ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ആ ഒരു വെർബിനെയാണ് നമ്മൾ ഡയറക്റ്റ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. എന്താണ്? ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ആ സെന്റൻസിനെ നമ്മൾ എന്തെന്ന് പറയും? ഡയറക്റ്റ് ഒബ്ജക്റ്റ് എന്ന് പറയും. സോ ഡയറക്റ്റ് ഒബ്ജക്റ്റിന് നമുക്ക് 2 എക്സാമ്പിൾ കൂടെ നോക്കാം. ഫസ്റ്റ് വൺ, ദേ വിസിറ്റഡ് ദ മ്യൂസിയം. അപ്പം എന്താണ്? അവരൊരു മ്യൂസിയം സന്ദർശിച്ചു. ഇവിടെ നമുക്ക് ദേ വിസിറ്റഡ് എന്ന് പറഞ്ഞാൽ അവർ സന്ദർശിച്ചു. അപ്പോൾ എവിടെയാണ് സന്ദർശിച്ചത് എന്നൊരു ചോദ്യം ചോദിച്ചാൽ അതിനുത്തരം ഇവിടെ ഉണ്ടോ? ഉണ്ട്. എവിടെയാണ് സന്ദർശിച്ചത്? മ്യൂസിയം. സോ അവിടെ ഒരു ഒബ്ജക്റ്റ് നമുക്കുണ്ട്. അതുകൊണ്ട് നമുക്കിതിന് എന്തെന്ന് പറയാം? ഡയറക്റ്റ് ഒബ്ജക്റ്റ് എന്ന് പറയാം. ഓക്കെ. ദെൻ നെക്സ്റ്റ് എക്സാമ്പിൾ എന്താണ്? ഷീ പെയിൻറ്റഡ് എ ബ്യൂട്ടിഫുൾ പിക്ചർ എന്ന് വെച്ചാൽ എന്താണ്? അവൾ ഒരു മനോഹരമായ ചിത്രം പെയിൻറ്റ് ചെയ്തു. അപ്പോൾ ഇവിടെ നിന്ന് ചോദിക്കുകയാണ്, ഇപ്പോൾ ഷീ പെയിൻറ്റഡ്, അവൾ പെയിൻറ്റ് ചെയ്തു. എന്ത് പെയിൻറ്റ് ചെയ്തു എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം ഈ സെൻറ്റൻസിലുണ്ടോ? ഉണ്ട്. ഒരു ബ്യൂട്ടിഫുൾ പിക്ചറാണ് അവൾ പെയിൻറ്റ് ചെയ്തത്. സോ ഈ ഒരു സെൻറ്റൻസിൽ എന്തുണ്ട്? ഒബ്ജക്റ്റ് ഉണ്ട്. അതുകൊണ്ട് നമുക്കിതിനെ ഡയറക്റ്റ് ഒബ്ജക്റ്റ് എന്ന് പറയാം. ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കാം? ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു സെൻറ്റൻസിൽ ഡയറക്റ്റ് ആയിട്ടൊരു ഒബ്ജക്റ്റിനെ പറ്റിയിട്ട് പറയുന്നില്ല. അങ്ങനെയുള്ള സെൻറ്റൻസ് ആണ് ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ആയിട്ട് ഹി ഗേവ് മീ ദ ബുക്ക് എന്നൊരു സെൻറ്റൻസ് എടുത്താൽ എന്തായിരിക്കും അർത്ഥമാക്കുന്നത്? അവൻ എനിക്കൊരു ബുക്ക് തന്നു. ഇതിനകത്ത് ദ ബുക്ക് എന്നുള്ളത് എന്തായിരിക്കും? ഇവിടുത്തെ ഒബ്ജക്റ്റ് ആയിരിക്കും. ആ ഒബ്ജക്റ്റ് ഒഴിവാക്കിയിട്ട് ഹി ഗേവ് മീ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അതിന്റെ മീനിങ്? അവൻ എനിക്ക് തന്നു, അല്ലേ? അവൻ എനിക്ക് തന്നു എന്ന് പറഞ്ഞതും ഒരു സെന്റൻസ് തന്നെയല്ലേ? അതിനകത്ത് ഒരു സബ്ജക്റ്റും ഉണ്ട്, അതുപോലെ ഒരു വെർബും ഉണ്ട്. അപ്പം ഹി ഗേവ് മീ എന്ന് മാത്രം തന്നാലും എന്താണ്? അതൊരു സെന്റൻസ് ആണ്. എന്ത് തന്നു എന്ന് ചോദിച്ചാൽ എന്താണ്? അതിനൊരു ഉത്തരമാണ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. സോ അങ്ങനെ ഒബ്ജക്റ്റ് വരാത്ത സെൻറ്റൻസുകളുമുണ്ട്. അത്തരത്തിലുള്ള സെൻറ്റൻസുകളാണ് ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. സോ ഇപ്പോൾ ഡയറക്റ്റ് ഒബ്ജക്റ്റും ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റും ഒരു സെൻറ്റൻസിൽ എന്ത് ധർമ്മമാണ് വഹിക്കുന്നത് എന്നുള്ള കാര്യം ഇപ്പോൾ മനസ്സിലായില്ലേ? സോ ഈ ഒരു കൺസെപ്റ്റ് മനസ്സിൽ വെച്ചിട്ട് വേണം നമുക്ക് ട്രാൻസിറ്റീവ് ആൻഡ് ഇൻട്രാൻസിറ്റീവ് വെർബ്സിനെ പറ്റിയിട്ട് മനസ്സിലാക്കാൻ. ഫസ്റ്റ് വൺ ആണ് ട്രാൻസിറ്റീവ് വെർബ്. എന്താണ് ട്രാൻസിറ്റീവ് വെർബ് എന്ന് പറയുന്നത്? ഇറ്റ് റിക്വയർസ് ആൻ ഒബ്ജക്റ്റ് ടു എ കംപ്ലീറ്റ് ദെയർ മീനിങ്. അതായത് ഒരു സെൻറ്റൻസിൽ ഒബ്ജക്റ്റ് വേണം. അങ്ങനെയുള്ള വെർബുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ട്രാൻസിറ്റീവ് വെർബ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ട്രാൻസിറ്റീവ് വെർബ് എന്ന് പറയുന്നത്? എന്താണ്? ഇറ്റ് റിക്വയർസ് ആൻ ഒബ്ജക്റ്റ് ടു കംപ്ലീറ്റ് ദെയർ മീനിങ്. അതായത് ആ ഒരു സെൻറ്റൻസിൽ ആ ഒരു വെർബിന് അതിൻ്റെ മീനിങ് കംപ്ലീറ്റ് ആകണമെന്നുണ്ടെങ്കിൽ എന്താവശ്യമാണ്? ഒബ്ജക്റ്റ് ഇവിടെ ആവശ്യമാണ്. സോ ഇത്തരത്തിലുള്ള വെർബുകളെയാണ് നമ്മൾ ട്രാൻസിറ്റീവ് വെർബ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ട്രാൻസിറ്റീവ് വെർബ് എന്ന് പറയുന്നത്? ഒരു സെൻറ്റൻസിൽ ആ ഒരു വെർബിൻ്റെ മീനിങ് കംപ്ലീറ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഒരു ഒബ്ജക്റ്റിൻ്റെ ആവശ്യമുണ്ട്. അത്തരത്തിലുള്ള സെൻറ്റൻസിൽ വരുന്ന വെർബിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ട്രാൻസിറ്റീവ് വെർബ് എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം നമുക്ക് നോക്കാം. മമ്മൂട്ടി ലൈക്സ് ബിരിയാണി. ഇതാണ് മമ്മൂട്ടി ലൈക്സ് ബിരിയാണി എന്ന ഒരു സെൻറ്റൻസിൽ മമ്മൂട്ടിക്ക് ബിരിയാണി ഇഷ്ടമാണ്. അങ്ങനെയാണ് ആ ഒരു സെൻറ്റൻസ്. മമ്മൂട്ടി ലൈക്സ് എന്ന് മാത്രമാണ് ആ സെൻറ്റൻസ് എങ്കിൽ അതിൻ്റെ മീനിങ് കംപ്ലീറ്റ് ആവില്ല, അല്ലേ? അവിടെ വീണ്ടും ഒരു ചോദ്യം വരും, എന്തിഷ്ടമാണ് എന്നൊരു ചോദ്യം വരും. സോ അവിടെ മമ്മൂട്ടി ലൈക്സ് ബിരിയാണി. സോ അവിടെ ഒരു ഒബ്ജക്റ്റിൻ്റെ ആവശ്യം കൂടെ വരുന്നുണ്ട്. അതാണ് പറഞ്ഞത്, ആ ഒരു സെൻറ്റൻസിൽ വെർബിനെ സപ്പോർട്ട് ചെയ്യാൻ എന്താവശ്യമാണ്? ഒബ്ജക്റ്റ് അവിടെ ആവശ്യമാണ്. സോ ഇത്തരത്തിലുള്ള വെർബിനെയാണ് നമ്മൾ ട്രാൻസിറ്റീവ് വെർബ് എന്ന് പറയുന്നത്. എല്ലാ വെർബിനും ഇങ്ങനെ ഒബ്ജക്റ്റിൻ്റെ ആവശ്യമില്ല. എന്നാൽ ചില വെർബുകൾക്ക് എന്താവശ്യമാണ്? ഒബ്ജക്റ്റ് ആവശ്യമാണ്. അതിന് കുറച്ച് എക്സാമ്പിൾസ് ആണ് ബൈ, ലൈക്ക്, ഈറ്റ്, റീഡ്, റൈറ്റ്, ബിൽഡ്, ഡ്രൈവ്, കുക്ക്, വാച്ച്, പ്ലേ, ടീച്ച്. ഇത്തരത്തിലുള്ള വേർബ്സിനൊക്കെ ആ സെൻറ്റൻസിൽ അതിൻ്റെ മീനിങ് കംപ്ലീറ്റ് ആവണമെന്നുണ്ടെങ്കിൽ എന്താവശ്യമാണ്? ഒബ്ജക്റ്റ് ആവശ്യമാണ്. അവൻ വാങ്ങി എന്ന് പറഞ്ഞാൽ എന്ത് വാങ്ങി എന്നൊരു ചോദ്യം അവിടെ വരുന്നില്ലേ? അപ്പോൾ അതുപോലെ ലൈക്ക്, അവൻ ഇഷ്ടമാണ്, എന്തിഷ്ടമാണ്? അവൻ കഴിക്കുന്നു, എന്ത് കഴിക്കുന്നു? സോ ഇങ്ങനെയുള്ള വെർബിന് എന്താവശ്യമാണ്? ഒബ്ജക്റ്റ് ആവശ്യമാണ്. സോ അത്തരത്തിലുള്ള വെർബുകളെയാണ് നമ്മൾ ട്രാൻസിറ്റീവ് വെർബ് എന്ന് പറയുന്നത്. എന്താണ് ട്രാൻസിറ്റീവ് വെർബ്? നെക്സ്റ്റ് വെർബാണ് ഇൻട്രാൻസിറ്റീവ് വെർബ് എന്ന് പറയുന്നത്. എന്താണ് ഇൻട്രാൻസിറ്റീവ് വെർബ്? ഇതെന്താണ് ഉദ്ദേശിക്കുന്നത്? ഇവിടെ ഒരു ഒബ്ജക്റ്റിൻ്റെ ആവശ്യമില്ല. ഓക്കെ. അപ്പോൾ അതാണ് ആ സെൻറ്റൻസിൽ ആ വെർബിൻ്റെ മീനിങ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് അവിടെ ഒരു ഒബ്ജക്റ്റിൻ്റെ ആവശ്യമില്ല. അതായത് ഇത് ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റുള്ള ഒരു സെൻറ്റൻസ് ആണ് ഏതിനകത്ത് വരുന്നത്? ഇൻട്രാൻസിറ്റീവ് വെർബ് വരുന്ന സെൻറ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഇൻട്രാൻസിറ്റീവ് വെർബ് എന്ന് പറയുന്നത്? ഇൻട്രാൻസിറ്റീവ് വെർബിന് ആ ഒരു വെർബിനെ സപ്പോർട്ട് ചെയ്യാൻ ഒരു ഒബ്ജക്റ്റിൻ്റെ ആവശ്യം വരുന്നില്ല. ഒരു എക്സാമ്പിളായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഹി അറൈവ്ഡ്, അവൻ എത്തി അല്ലെങ്കിൽ അവ എത്തിച്ചേർന്നു എന്നൊരു സെൻറ്റൻസിൽ അവിടെ ഒരു ഒബ്ജക്റ്റിൻ്റെ ആവശ്യം വരുന്നില്ല. ഓക്കെ. ഇത്തരത്തിലുള്ള ഇൻട്രാൻസിറ്റീവ് വെർബിന് ചില എക്സാമ്പിൾസ് ആണ് അറൈവ്, സ്ലീപ്പ്, റൺ, ജമ്പ്, ലാഫ്, സ്വിം, എക്സിസ്റ്റ്, ഒക്കർ, അപ്പിയർ, ഫോൾ. ഇപ്പം എന്തൊക്കെയാണ് ഇൻട്രാൻസിറ്റീവ് വെർബിന് എന്തൊക്കെയാണ് എക്സാമ്പിൾ? അറൈവ്, സ്ലീപ്പ്, റൺ, ജമ്പ്, ലാഫ്, സ്വിം, എക്സിസ്റ്റ്, ഒക്കർ, അപ്പിയർ, ഫോൾ.
അപ്പോൾ ഇത്രയും എന്താണ് ഇൻട്രാൻസിറ്റീവ് വെർബാണ്. എന്താണ് ഇൻട്രാൻസിറ്റീവ് വെർബ് എന്ന് പറയുന്നത്? ഇൻട്രാൻസിറ്റീവ് വെർബ് എന്ന് പറയുന്നത് ആ ഒരു വെർബിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് സെൻറ്റൻസിൽ ഒരു ഒബ്ജക്റ്റിൻ്റെ ആവശ്യം വരുന്നില്ല. ഇത്തരത്തിലുള്ള വെർബിനെയാണ് നമ്മൾ ഇൻട്രാൻസിറ്റീവ് വെർബ് എന്ന് പറയുന്നത്. അതേസമയം ട്രാൻസിറ്റീവ് വെർബ് എന്താണ് പറഞ്ഞത്? ട്രാൻസിറ്റീവ് വെർബിനെ സപ്പോർട്ട് ചെയ്യാൻ എന്ത് ആവശ്യമാണ്? ഒരു ഒബ്ജക്റ്റ് ആവശ്യമാണ്. സോ ഇതാണ് ആ ഒരു വെർബിൻ്റെ ആദ്യത്തെ ക്ലാസിഫിക്കേഷനായിട്ടുള്ള ഇൻട്രാൻസിറ്റീവ് ആൻഡ് ട്രാൻസിറ്റീവ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്തൊക്കെയാണ്? റെഗുലർ ആൻഡ് ഇറഗുലർ ക്ലാസിഫിക്കേഷൻ. നെക്സ്റ്റ് എന്താണ്? റെഗുലർ ആൻഡ് ഇറഗുലർ ക്ലാസിഫിക്കേഷൻ ആണ്. അതിൽ ഫസ്റ്റ് വരുന്ന എന്താണ്? റെഗുലർ വെർബ്. എന്താണ് റെഗുലർ വെർബ്? എന്താണ് ഉദ്ദേശിക്കുന്നത്? ദീസ് ആർ വെർബ്സ് ദാറ്റ് ഫോം ദെയർ പാസ്റ്റ് ടെൻസ് ആൻഡ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ബൈ ആഡിങ് സഫിക്സ് ഇ ഓർ ഡി ടു ദ ബേസ് ഫോം. ഇതെന്താണ്? റെഗുലർ ഫോംസ് എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മൾ പറഞ്ഞു ഒരു വെർബിന് 4 ഫോംസ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ? V1 എന്ന് പറയുന്നത് അതിൻ്റെ ബേസ് ഫോം ആണ് അല്ലേ? അതിൻ്റെ ഒറിജിനൽ ഫോം ഏതാണോ ആ ക്രിയയുടെ ആ ഒരു ഫോം. ഫോർ എക്സാമ്പിൾ ആയിട്ട് ഇപ്പോൾ ഫെൽ എടുത്തു കഴിഞ്ഞാൽ ഫെൽ എന്ന് പറയുന്നത് അതിൻ്റെ ബേസ് ഫോമാണ്, അതിൻ്റെ V1 ഫോമാണ്. അതുപോലെ അതിൻ്റെ V2 അല്ലെങ്കിൽ പാസ്റ്റ് ടെൻസിൻ്റെ ഫോം എന്ന് പറയുന്നത് എന്താണ്? ഫെൽറ്റ് ആണ്. അപ്പോൾ എന്താണ്? ഫെൽറ്റ് എന്ന് പറയുന്നത് V2 ഫോം അല്ലെങ്കിൽ പാസ്റ്റ് ടെൻസിൻ്റെ ഫോമാണ്. അതുപോലെ തന്നെ വീണ്ടും ഫെൽറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? അത് V3 ഫോമാണ്, അതായത് അതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമാണ്. സോ ഇങ്ങനെ 3 ഫോംസ് നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഏതൊക്കെയാണ്? V1 ഫോം, V2 ഫോം, V3 ഫോം എന്ന് പറയുന്ന ടെൻസിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു കൺസെപ്റ്റ് നമ്മൾ മനസ്സിൽ വെച്ചിട്ട് വേണം റെഗുലർ വെർബ്സും ഇറഗുലർ വെർബ്സും എന്താണെന്ന് പഠിക്കാൻ. അപ്പോൾ എന്താണ് റെഗുലർ വെർബ്സ് എന്ന് പറയുന്നത്? These are verbs that form their past tense and past participle by adding suffix ed or d to the base form. അതായത് ബേസ് ഫോം ആയിട്ടുള്ളൊരു വെർബ് ഉണ്ടല്ലോ V1 ഫോമിൽ, ആ V1 ഫോമിൻ്റെ പാസ്റ്റ് ടെൻസിലും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ടെൻസിലും ഇ അല്ലെങ്കിൽ ഡി ചേർത്ത് വരുന്ന രൂപങ്ങളെയാണ് നമ്മൾ റെഗുലർ വെർബ്സ് എന്ന് പറയുന്നത്. അപ്പോൾ റെഗുലർ വെർബ്സ് എന്താണ്? അതിൻ്റെ V1 ഫോമിൻ്റെ കൂടെ ഡി അല്ലെങ്കിൽ ഇ ചേർത്ത് വരുന്ന വെർബ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റെഗുലർ വെർബ്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ വാക്ക് എന്ന് പറയുന്നത് എന്താണ്? നടക്കുക. അപ്പം അതാണ് അതിൻ്റെ ബേസ് ഫോം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പാസ്റ്റ് ടെൻസ് അല്ലെങ്കിൽ V2 ഫോം ഏതായിരിക്കും? വാക്ക്ഡ്. ഓക്കെ. അതുപോലെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ അല്ലെങ്കിൽ V3 ഫോം എന്തായിരിക്കും? വാക്ക്ഡ്. അതുപോലെ മറ്റൊരു എക്സാമ്പിളാണ് പ്ലേ. പ്ലേ എന്ന് പറയുന്നത് അതിൻ്റെ V1 ഫോം അല്ലെങ്കിൽ ബേസ് ഫോമാണ്. അപ്പോൾ അതിൻ്റെ V2 ഫോം അല്ലെങ്കിൽ പാസ്റ്റ് ടെൻസ് ഏതായിരിക്കും? പ്ലേഡ് ആയിരിക്കും. പാസ്റ്റ് പാർട്ടിസിപ്പിൾ അല്ലെങ്കിൽ V3 ഫോമും പ്ലേഡ് ആയിരിക്കും. ദെൻ തേർഡ് ഒരു എക്സാമ്പിളാണ് ജമ്പ് എന്ന് പറയുന്നത്. ജമ്പ് അതിൻ്റെ V1 ഫോം അല്ലെങ്കിൽ ബേസ് ഫോം ആയിരിക്കും. അപ്പോൾ അതിൻ്റെ V2 ഫോം അല്ലെങ്കിൽ പാസ്റ്റ് ടെൻസ് എന്ന് പറയുന്നത് എന്ത് ഫോം ആയിരിക്കും? ജംപ്ഡ് ആയിരിക്കും. അതുപോലെ തന്നെ അതിൻ്റെ V3 ഫോം അല്ലെങ്കിൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം എന്ന് പറയുന്നത് എന്താണ്? അതും ജംപ്ഡ് ആയിരിക്കും. സോ ഇവിടെ V2 ആൻഡ് V3 ആ 2 ഫോംസ് നോക്കിക്കഴിഞ്ഞാൽ അവസാനിച്ചിരിക്കുന്നത് ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് പറഞ്ഞ ഒരു സഫിക്സ് വെച്ചിട്ടാണ്. അപ്പോൾ സഫിക്സ് എന്ന് പറയുന്നത് എന്താണ്? സഫിക്സ് എന്ന് പറഞ്ഞാൽ ഒരു വേർഡിൻ്റെ ഏറ്റവും അവസാനമായിട്ട് നമ്മൾ ചേർക്കുന്ന ലെറ്റേഴ്സ് ആണ്. അപ്പോൾ അതിനെയാണ് നമ്മൾ സഫിക്സ് എന്ന് പറയുന്നത്. അതേസമയം പ്രൊഫിക്സ് എന്ന് പറയുന്നത് എന്താണ്? ആ ഒരു വേർഡിൻ്റെ ഏറ്റവും മുന്നിലായിട്ട് ചേർക്കുന്ന ലെറ്റേഴ്സ് ആയിരിക്കും. ഫോർ എക്സാമ്പിളായിട്ട് പോസിബിളിൻ്റെ മുന്നേ നമ്മൾ ഇംപോസിബിൾ എന്ന് വരുന്നില്ലേ? സോ അങ്ങനെ ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ളൊരു വേർഡ് വന്നത് കണ്ടില്ലേ? അതിൻ്റെ മുന്നിലായിട്ട് 2 ലെറ്റർ കൊടുത്തപ്പോൾ എന്താണ്? ഇംപോസിബിൾ എന്ന് പറഞ്ഞൊരു മീനിങ് ഫുൾ ആയിട്ടുള്ളൊരു വേർഡ് വന്നില്ലേ? സോ അതാണ് നമ്മൾ പ്രിഫിക്സ് എന്ന് പറയുന്നത്. ആ എന്ന് പറയുന്നത് എന്നുള്ളതാണ് പ്രിഫിക്സ്. അതേപോലെ സഫിക്സിന് എക്സാമ്പിൾ എന്താണ്? അതിപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ വാക്കെന്ന് പറഞ്ഞതിൻ്റെ കൂടെ നമ്മൾ ഇഡിയും കൂടെ ചേർത്ത് വരുന്ന സഫിക്സ് ആയിട്ട് നമ്മൾ ഇ ഡി എന്ന് പറഞ്ഞൊരു ഫോമും കൂടെ ചേർക്കുമ്പോഴാണ് അത് പാസ്റ്റ് ടെൻസ് അല്ലെങ്കിൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആയിട്ട് ഇവിടെ മാറുന്നത്. സോ ഇത്തരത്തിലുള്ള വെർബ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റെഗുലർ വെർബ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് റെഗുലർ വെർബ്സ് എന്ന് പറയുന്നത്? റെഗുലർ വെർബ്സ് എന്ന് പറയുന്നത് സാധാരണ വെർബിൻ്റെ കൂടെ പാസ്റ്റ് ടെൻസിലും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ടെൻസിലും ഡി അല്ലെങ്കിൽ ഇ ഡി ചേർന്ന് വരുന്ന രൂപങ്ങളാണ് റെഗുലർ വെർബ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആയിട്ട് ഇറഗുലർ വെർബ്സ് എന്താണെന്ന് നോക്കാം. ഇറഗുലർ വെർബ്സ് എന്ന് പറയുമ്പം അതിനെ വീണ്ടും 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന്, 3 ഫോംസ് ആർ സെയിം, അതായത് ഇതിൻ്റെ V1ഉം V2ഉം V3 ഫോംസും എന്തായിരിക്കും? സിമിലർ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ കട്ട് എന്നൊരു വേർഡ് എടുത്തു കഴിഞ്ഞാൽ കട്ട് 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 ഇത് തന്നെയാണ് അതിൻ്റെ V1ഉം V2ഉം V3 എന്ന് പറയുന്ന ഫോം. കട്ട് എന്ന V1 ഫോമിൻ്റെ V2ഉം V3യും എന്ത് തന്നെയാണ്? കട്ട് തന്നെയായിരിക്കും. സോ അങ്ങനെ 3 ഫോംസും സിമിലർ ആയിട്ടുള്ള ഒരു ഡിവിഷൻ ഏതിനുണ്ട്? ഇറഗുലർ വെർബ്സിനുണ്ട്. അതുപോലെ രണ്ടാമത്തൊരു ടൈപ്പാണ് 2 ഓഫ് ദ 3 ഫോംസ് ആർ സെയിം, അതായത് ഈ 3 ഫോംസ് ഉണ്ടല്ലോ V1 V2 V3യിൽ, അതിൽ 2 സിമിലർ ആയിരിക്കും. ഫോർ എക്സാമ്പിളായിട്ട് നമ്മൾ കീപ്പ് എന്ന് പറഞ്ഞൊരു വേർഡ് എടുത്താൽ കീപ്പ് എന്ന് പറഞ്ഞ V1 ഫോമിൻ്റെ V2ഉം V3യും എന്തായിരിക്കും? കെപ്റ്റ് എന്നായിരിക്കും. അതാണ് കീപ്പ് കെപ്റ്റ്. സോ ഇവിടുത്തെ V2 V3 എന്ന് പറഞ്ഞ 2 ഫോംസ് എന്തായിരിക്കും? സിമിലർ ആയിരിക്കും. ഇത്തരത്തിലുള്ള ടൈപ്പാണ് 2 ഓഫ് ദ 3 ഫോംസ് ആർ സെയിം എന്ന് പറയുന്നത്. ദെൻ മൂന്നാമത്തെ ഡിവിഷൻ എന്താണ്?
ഓൾ ത്രീ ഫോംസ് ആർ ഡിഫറെൻറ്റ്. അതായത് V1ഉം V2ഉം V3ഉം എന്താണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫോംസ് ആയിരിക്കും. ഫോർ എക്സാമ്പിളായിട്ട് നമ്മൾ ഡ്രൈവ് എടുത്തു കഴിഞ്ഞാൽ ഡ്രൈവ്, ഡ്രോവ്, ഡ്രൈവൺ. അപ്പം എന്താണ് ഡ്രൈവ്, ഡ്രോവ്, ഡ്രൈവൺ. അപ്പം ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ 3 ഫോംസും എൻറ്റയർലി ഡിഫറെൻ്റ് അല്ലേ. സോ ഇറഗുലർ വെർബ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? 3 ഫോംസ് ആർ സെയിം, അതായത് 3 ഫോംസും സെയിം ആയിരിക്കും. 2 ഓഫ് ദ 3 ഫോംസ് ആർ സെയിം, അതായത് 3 2 സിമിലർ ആയിരിക്കും. ദെൻ തേർഡ് വൺ, ഓൾ 3 ഫോംസ് ആർ ഡിഫറെൻറ്റ്, അതായത് 3 ഫോംസും ഡിഫറെൻ്റ് ആയിരിക്കും. അടുത്തൊരു ക്ലാസിഫിക്കേഷനാണ് ഫിനിറ്റ് ആൻഡ് നോൺ ഫിനിറ്റ് വെർബ് എന്ന് പറയുന്നത്. എന്താണ് ഫിനിറ്റ് ആൻഡ് നോൺ ഫിനിറ്റ് വെർബ്? ഇതെന്താണ് ഉദ്ദേശിക്കുന്നത്? സബ്ജക്റ്റിൻ്റെ ഏകവചന ബഹുവചന രൂപങ്ങൾക്കനുസൃതമായും ടെൻസിനനുസരിച്ചും മാറ്റങ്ങൾ സംഭവിക്കാവുന്ന ക്രിയകളാണ് ഫിനിറ്റ് വെർബ് എന്ന് പറയുന്നത്. എന്താണ്? സബ്ജക്റ്റിൻ്റെ ഏകവചന ബഹുവചന രൂപങ്ങൾക്കനുസൃതമായും ടെൻസിനനുസരിച്ചും മാറ്റങ്ങൾ സംഭവിക്കുന്ന ക്രിയകളാണ് ഫിനിറ്റ് വെർബ് എന്ന് പറയുന്നത്. ഇപ്രകാരം മാറ്റങ്ങൾ സംഭവിക്കാത്തവയാണ് എന്തെന്ന് പറയുന്നത്? നോൺ ഫിനിറ്റ് വെർബ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. സബ്ജക്റ്റിനനുസരിച്ച് വെർബിൽ കുറച്ച് മാറ്റങ്ങൾ വരുമെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബിൻ്റെ കൂടെ നമ്മൾ എന്ത് ചേർക്കണം? എസ് ഓർ ഇ എസ് ചേർക്കണം. അതല്ല സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ വെർബിൻ്റെ കൂടെ നമ്മളൊന്നും ചേർക്കേണ്ടതില്ല എന്നുള്ളൊരു കാര്യം നമ്മൾ പറഞ്ഞു പോയില്ലേ. സോ അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. അപ്പം എന്താണ്? സബ്ജക്റ്റിൻ്റെ ഏകവചന ബഹുവചന രൂപങ്ങൾക്കനുസൃതമായും അതുപോലെ ടെൻസിനനുസരിച്ചും മാറ്റങ്ങൾ സംഭവിക്കുന്നു. ടെൻസിനനുസരിച്ച് എങ്ങനെയാണ് മാറ്റങ്ങൾ വരുന്നത്? ടെൻസ് മാറുക എന്ന് പറഞ്ഞാൽ V2 V3 ഫോം ആവുന്നതാണ്. അപ്പം V2ഉം V3 ഫോംസ് ഒക്കെ മാറുന്ന കാര്യം നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു. എങ്ങനെയാണ്? ഒന്നുകിൽ അത് D അല്ലെങ്കിൽ ED ഫോംസ് വരുന്നുണ്ട്, അല്ലെങ്കിൽ മറ്റ് പലതരത്തിലുള്ള വ്യത്യാസങ്ങളും ഈ ഫോംസിൽ, അതായത് V2 V3 ഫോംസിൽ വരുന്നുണ്ട് നമ്മൾ പറഞ്ഞില്ലേ. സോ ഇങ്ങനെ സബ്ജക്റ്റിൻ്റെ ഏകവചന ബഹുവചന രൂപങ്ങൾക്കനുസൃതമായും ടെൻസിനനുസരിച്ചും വെർബിൽ മാറ്റങ്ങൾ വരികയാണെങ്കിൽ ഇത്തരത്തിലുള്ള വെർബിനെയാണ് നമ്മൾ ഫിനിറ്റ് വെർബ് എന്ന് പറയുന്നത്. അതേസമയം ഇങ്ങനെ മാറ്റങ്ങളൊന്നും സംഭവിക്കുന്നില്ല, സബ്ജക്റ്റിനനുസരിച്ചും ടെൻസിനനുസരിച്ചും ഇങ്ങനെ ഒരു മാറ്റം വെർബിന് സംഭവിക്കുന്നേ ഇല്ല എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള വെർബിനെയാണ് നമ്മൾ നോൺ ഫിനിറ്റ് വെർബ് എന്ന് പറയുന്നത്. സോ ഇതൊക്കെ PSC എക്സാംസിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ്. ഓക്കെ, ഇനി നമുക്ക് ഫിനിറ്റ് ആൻഡ് നോൺ ഫിനിറ്റ് വെർബ്സിന് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഇവിടെ നോക്കിക്കേ, മൈ മദർ കംസ് ടുഡേ. ഈ ഒരു സെൻറ്റൻസിൽ സബ്ജക്റ്റ് ആരാണ്? മൈ മദർ ആണ് അല്ലേ. അതുപോലെ വെർബ് എന്താണ്? കംസ് ആണ്. അപ്പോൾ ഇവിടുത്തെ വെർബിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കം എന്ന് പറഞ്ഞ വെർബിൻ്റെ കൂടെ എസ് ഫോം ഉണ്ട് അല്ലേ, എസും കൂടെ ചേർത്തിട്ടുണ്ട്. അത് കംസ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ മദർ എന്ന് പറയുന്നത് ഒരു സിംഗുലർ ഫോം അല്ലേ. സോ ഇവിടുത്തെ സബ്ജക്റ്റ് സിംഗുലർ ആയതുകൊണ്ടാണ് വെർബിൻ്റെ കൂടെ നമ്മൾ എസ് ചേർത്തിരിക്കുന്നത്. നമ്മൾ പറഞ്ഞ ഇൻഫിനിറ്റീവ് വെർബിൻ്റെ ഒരു കണ്ടീഷൻ അതല്ലേ, സബ്ജക്റ്റിനനുസരിച്ച് എന്ത് മാറും? വെർബ് മാറുമെന്ന് പറഞ്ഞില്ലേ. സോ അതാണ് ഇവിടെ കം എന്ന് പറഞ്ഞേക്കുന്നത്. അതേസമയം തൊട്ട് താഴെ നോക്കിക്കേ, മൈ പേരൻസ് കം ടുഡേ. അപ്പം എന്താണ് ഇവിടെ പേരൻസ് എന്നുള്ളത് പ്ലൂറൽ ആയത് കാരണമാണ് വെർബ് കം എന്ന് മാത്രം വന്നത്. അപ്പം എന്താണ്? സബ്ജക്റ്റിനനുസരിച്ച് വെർബിൽ മാറ്റം ഉണ്ടാവുന്നതായിട്ട് ഇപ്പോൾ മനസ്സിലായില്ലേ. അപ്പം എങ്ങനെയാണ്? സബ്ജക്റ്റ് സിംഗുലർ ആകുമ്പോൾ വെർബിൻ്റെ കൂടെ എസ് ഓർ ഇ എസ് ചേർക്കും. സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ എന്താണ്? വെർബിൻ്റെ കൂടെ ഒന്നും ചേർക്കേണ്ടതില്ല. അതുപോലെ നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കിയേ, മൈ മദർ കെയിം എസ്റ്റർഡേ. അപ്പം എന്താണ്? മൈ മദർ കെയിം എസ്റ്റർഡേ. ഇവിടെ നമ്മൾ സബ്ജക്റ്റ് കം എന്നുള്ളത് എന്തായിട്ട് മാറി? കെയിമായിട്ട് മാറി. കാരണം എന്താണ്? ഇവിടെ ടെൻസ് മാറി അല്ലേ, അതായത് പാസ്റ്റ് ടെൻസ് ആയിട്ട് മാറി. എസ്റ്റർഡേ കഴിഞ്ഞ കാര്യമാണ്. അപ്പം മൈ മദർ കെയിം എസ്റ്റർഡേ. അപ്പം എന്താണ്? ആ ഒരു ടെൻസ് മാറിയപ്പോൾ ഇവിടെ വെർബിന് മാറ്റം വന്നു. അത് തന്നെയല്ലേ താഴെയും കൊടുത്തിരിക്കുന്നത് മൈ പേരൻസ് കെയിം എസ്റ്റർഡേ. അവിടെയും എന്ത് തന്നെയാണ്? ടെൻസിനനുസരിച്ച് എന്ത് മാറിയിട്ടുണ്ട്? വെർബിൻ്റെ ഫോമും മാറ്റം ഉണ്ടായി. അതുപോലെ നെക്സ്റ്റ് വൺ, മൈ മദർ വിൽ ഹാവ് കം ടുമാറോ ബൈ ദിസ് ടൈം. അവിടെയും എന്താണ്? വെർബ് മാറിയില്ലേ, വിൽ ഹാവ് കം എന്നായില്ലേ. കാരണം എന്താണ്? അവിടെയും ടെൻസ് മാറി, ഫ്യൂച്ചർ ടെൻസായി. അതുകൊണ്ട് എന്താണ്? വിൽ ഹാവ് കം എന്നായി. അത് തന്നെയല്ലേ താഴെയും കൊടുത്തിരിക്കുന്നത് മൈ പേരൻസ് വിൽ ഹാവ് കം ടുമാറോ ബൈ ദിസ് ടൈം. എന്താണ് നമ്മൾ ഫിനിറ്റ് എന്ന് പറഞ്ഞ ഒരു വെർബിൻ്റെ കണ്ടീഷൻ പറഞ്ഞത്? സബ്ജക്റ്റിനനുസരിച്ചും അതുപോലെ ടെൻസിനനുസരിച്ചും വെർബിലെ മാറ്റം ഉണ്ടാകുന്നു. സോ അത് മനസ്സിലാക്കാനാണ് ഈ 2 എക്സാമ്പിൾ തന്നത്. ഓക്കെ, നമുക്ക് മറ്റൊരു എക്സാമ്പിൾ നോക്കിയാലോ. രാമു ലൈക്സ് പ്ലേയിങ് ഫുട്ബോൾ. ഈ ഒരു സെൻറ്റൻസിൽ 2 വെർബുകളാണുള്ളത്, ഒന്ന് ലൈക്കും ഒന്ന് പ്ലേയിങ്ങും. പക്ഷേ ഈ 2 വെർബിനും 2 ധർമ്മങ്ങളാണുള്ളത്. ഒന്ന് നോക്കിയേ, രാമു ലൈക്സ് പ്ലേയിങ് ഫുട്ബോൾ എന്നതിൻ്റെ അർത്ഥം ഫുട്ബോൾ കളി രാമു ഇഷ്ടപ്പെടുന്നു എന്നാണ്. അപ്പം എന്താണ്? രാമു ഫുട്ബോൾ കളി ഇഷ്ടപ്പെടുന്നു. അപ്പോൾ ഇവിടുത്തെ മെയിൻ വെർബ് ഏതാണ്? ഇഷ്ടപ്പെടുന്നു എന്നുള്ളതല്ലേ, അതായത് ലൈക്ക് അല്ലേ. സോ ഫിനിറ്റ് വെർബ് എന്ന് പറയുന്നത് ഏതാണ്? ലൈക്കാണ്. കാരണം എന്താണ്? ഈ ലൈക്ക് എന്ന് പറയുന്നത് സിംഗുലർ ആയിട്ടുള്ള സബ്ജക്റ്റിനനുസരിച്ച് മാറിയത് കണ്ടില്ലേ, എസ് ഓർ ഇ എസ് ഫോം വന്നില്ലേ. അപ്പോൾ രാമു സിംഗുലർ ആയതുകൊണ്ടാണ് ലൈക്കിൻ്റെ കൂടെ എസ് ഓർ ഇ എസ് വന്നത്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ പ്ലേയിങ് എന്ന് പറയുന്നത് എന്താണ്? നോൺ ഫിനിറ്റ് വെർബാണ്. അതാണ് നോൺ ഫിനിറ്റ് വെർബ്. അതെന്ന് പറയുന്നത് എന്താണ്? സബ്ജക്റ്റിനനുസരിച്ച് മാറുന്നില്ല, ടെൻസിനനുസരിച്ചും സബ്ജക്റ്റിനനുസരിച്ചും ഇത് മാറുന്നില്ല. ഇനി മറ്റൊരു എക്സാമ്പിൾ നോക്കിയേ, ചിൽഡ്രൻ ലൈക്ക് പ്ലേയിങ് ഫുട്ബോൾ. ചിൽഡ്രൻ ലൈക്ക് പ്ലേയിങ് ഫുട്ബോൾ എന്ന് പറയുന്നത് എന്താണ്?
കുട്ടികൾക്ക് ഫുട്ബോൾ കളി ഇഷ്ടമാണ്. ഇവിടുത്തെ തൊട്ട് മുകളിൽ പറഞ്ഞതിൻ്റെ അതേ സെയിം മീനിങ് തന്നെയാണ്. പക്ഷേ ഇവിടെ സബ്ജക്റ്റുകൾ രണ്ടും എന്താണ്? ഒന്ന് സിംഗുലറും ഒന്ന് പ്ലൂറലുമാണ്. രാമു എന്ന് പറഞ്ഞ സിംഗുലർ സബ്ജക്റ്റിനോടൊപ്പം വെർബിന്റെ എസ് ഓർ ഇ എസ് ഫോമാണ് ഇവിടെ ചേർത്തിരിക്കുന്നത്. അതേസമയം ചിൽഡ്രൻ എന്ന പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ വെർബ് എന്തായിരിക്കും? ലൈക്ക് എന്ന് മാത്രമാണ് അല്ലേ. നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കിക്കേ. ബ്രദർ റൺസ് ടു ദ സ്റ്റോർ ടു ഗെറ്റ് എ പാക്കറ്റ് ഓഫ് മിൽക്ക്. ഇപ്പം എന്താണ്? ഒരു പാക്കറ്റ് ഓഫ് മിൽക്കിന് വേണ്ടിയിട്ട്, ഒരു പാക്കറ്റ് ഓഫ് മിൽക്ക് വാങ്ങിക്കാൻ അല്ലെങ്കിൽ എടുക്കാൻ വേണ്ടിയിട്ട് ബ്രദർ എങ്ങോട്ടേക്ക് ഓടി? സ്റ്റോറിലേക്ക് ഓടി. അപ്പോൾ ഇവിടെ രണ്ട് വെർബാണുള്ളത്. ഒന്ന് റണ്ണും ഒന്ന് എന്താണ്? ടു ഗെറ്റ് എന്നുള്ളതും. അപ്പോൾ ഇവിടുത്തെ മെയിൻ വെർബ് എന്തായിരിക്കും? സ്വാഭാവികമായും റണ്ണ് തന്നെയാണ്. അപ്പോൾ ഇവിടെ ബ്രദർ സിംഗുലർ ആയതുകൊണ്ട് വെർബ് എന്ത് ഫോം ആയിരിക്കും വരുന്നത്? എസ് ഓർ ഇ എസ് ഫോം ആയിരിക്കും. അതായത് റൺസ് എന്ന് വന്നു. സോ ഈ റൺസ് എന്ന് പറയുന്ന ഫോം എന്തായിരിക്കും ഇവിടെ? റൺസ് എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ ഫിനിറ്റ് വെർബാണ്. അതുപോലെ തന്നെ ടു ഗെറ്റ് എ പാക്കറ്റ് ഓഫ് മിൽക്ക് എന്നുള്ളതിനകത്ത് ടു ഗെറ്റ് എന്ന് പറയുന്ന വെർബ് എന്താണ്? അത് മാറുന്നില്ല. സബ്ജക്റ്റിനനുസരിച്ചും ടെൻസിനനുസരിച്ചും എന്ത് മാറുന്നില്ല? ടു ഗെറ്റ് എന്ന് പറയുന്ന ആ ഒരു വെർബ് മാറുന്നില്ല. സോ ഇതെന്താണ്? നോൺ ഫിനിറ്റ് വെർബും ആയിരിക്കും. അതുപോലെ തൊട്ട് താഴത്തെ എക്സാമ്പിൾ നോക്കിക്കേ. ദേ റൺ ടു ദ സ്റ്റോർ ടു ഗെറ്റ് എ പാക്കറ്റ് ഓഫ് മിൽക്ക്. അപ്പോൾ ഇതെന്താ ഉദ്ദേശിക്കുന്നത്? ദേ എന്ന് പറയുന്നത് പ്ലൂറൽ അല്ലേ. പ്ലൂറൽ ആയതുകൊണ്ട് ആ ഒരു വെർബിന്റെ കൂടെ എസ് ഓർ ഇ എസ് ഫോം ഒന്നും നമുക്ക് ചേർക്കേണ്ട കാര്യമില്ല. റൺ എന്ന് മാത്രം ഇട്ടാൽ മതി. ഓക്കെ, ഇതിനെയാണ് ഫിനിറ്റ് വെർബ് എന്ന് പറയും. എന്നാൽ ടു ഗെറ്റ് എന്നുള്ളത് ഇവിടെയും ആ സെയിം ആയിട്ട് തന്നെയല്ലേ കിടക്കുന്നത്. അതുകൊണ്ട് ഈ ടു ഗെറ്റ് എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? ടു ഗെറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? നോൺ ഫിനിറ്റ് വെർബും ആയിരിക്കും. ഇതാണ് ഫിനിറ്റ് വെർബും നോൺ ഫിനിറ്റ് വെർബും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. PYQ ആയിട്ടൊക്കെ ഒരുപാട് തവണ ഇത് ചോദിച്ചിട്ടുള്ളതാണ്. വളരെ സിമ്പിളായിട്ട് ഇതിന്റെ കാര്യം എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. സോ ഇതുവരെ പറഞ്ഞ് നമുക്ക് ഒന്നുകൂടെ റിമൈൻഡ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് വൺ, വെർബ്. എന്താണ് വെർബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? വെർബ് എന്ന് പറയുന്നത് ഒരു ക്രിയയെ സൂചിപ്പിക്കുന്നതാണ് അല്ലേ, ചെയ്യുന്ന ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കുന്നതാണ് വെർബ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വെർബിനെ ഒരു സെൻറ്റൻസിലെ വെർബിൻ്റെ റോൾ അനുസരിച്ച് വെർബിനെ പലതായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിലെ മെയിൻ രണ്ട് കാറ്റഗറീസ് ആണ് മെയിൻ വെർബും ഓക്സിലറി വെർബും. ഇതൊക്കെയാണ് മെയിൻ വെർബും ഓക്സിലറി വെർബും. മെയിൻ വെർബ് എന്ന് വെച്ചാൽ എന്താണ്? ആ സെൻറ്റൻസിലെ മെയിൻ സബ്ജക്റ്റ് ചെയ്യുന്ന പ്രവൃത്തിയാണ് നമ്മൾ മെയിൻ വെർബ് എന്ന് പറയുന്നത്. ഈ മെയിൻ വെർബിന് തന്നെ V1 ഫോം, V2 ഫോം, V3 ഫോം, V4 ഫോം എന്നിങ്ങനെ 4 തരമുണ്ട്. ഇപ്പോൾ V1 ഫോം എന്ന് പറയുമ്പോൾ എന്താണ്? അതിൻ്റെ ആ ബേസ് വെർബിൻ്റെ അതേ ഫോം തന്നെയാണ് V1 ഫോം എന്ന് പറയുന്നത്. V2 ആണെങ്കിലോ അതിൻ്റെ പാസ്റ്റ് ഫോം ആയിരിക്കും. V3 ആണെങ്കിലോ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ആയിരിക്കും. V4 ആണെങ്കിൽ വെർബിൻ്റെ കൂടെ ING കൂടെ ചേർന്ന് വരുന്ന ഫോമാണ് V4 ഫോം എന്ന് പറയുന്നത്. അതുപോലെ വെർബിൻ്റെ മെയിനായിട്ടുള്ള കാറ്റഗറീസ് ആണ് ഫസ്റ്റ് വൺ ട്രാൻസിറ്റീവ് ആൻഡ് ഇൻട്രാൻസിറ്റീവ് വെർബ് എന്ന് പറയുന്നത്. എന്താണ് ട്രാൻസിറ്റീവ് ആൻഡ് ഇൻട്രാൻസിറ്റീവ് വെർബ് എന്ന് പറയുന്നത്? ഒരു സെൻറ്റൻസിൽ ഒരു വെർബിൻ്റെ മീനിങ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ട്രാൻസിറ്റീവ് വെർബ് എന്ന് പറയുന്നത്. അതേസമയം ആ സെൻറ്റൻസിൽ ആ വെർബിന് ഒബ്ജക്റ്റിൻ്റെ ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഇൻട്രാൻസിറ്റീവ് വെർബ് എന്ന് പറയുന്നത്. അടുത്തൊരു ക്ലാസിഫിക്കേഷനാണ് റെഗുലർ ആൻഡ് ഇറഗുലർ വെർബ് എന്ന് പറയുന്നത്. റെഗുലർ വെർബ് എന്ന് പറയുന്നത് എന്താണ്? ഇവയുടെ പാസ്റ്റ് ആൻഡ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോംസിൽ ഡി അല്ലെങ്കിൽ ഇ ഡിയിലായിരിക്കും അവസാനിക്കുന്നത്. എന്താണ് ഇവയുടെ പാസ്റ്റ് ആൻഡ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം എന്ന് പറയുന്നത്? ഡി അല്ലെങ്കിൽ ഇ ഡിയിൽ അവസാനിക്കുന്ന ഫോംസ് ആണ് റെഗുലർ വെർബ്സ് എന്ന് പറയുന്നത്. ദ നെക്സ്റ്റ് വൺ ആണ് ഇറഗുലർ വെർബ്. ഇറഗുലർ വെർബ് എന്ന് പറയുന്നത് 3 തരത്തിലുണ്ട്. ഒന്ന് 3 ഫോംസ് ആർ സെയിം. എന്താണ് ഇറഗുലർ വെർബ്സ് എന്ന് പറയുമ്പോൾ 3 തരമാണ്. ഒന്നെന്ന് പറയുന്നത് 3 വെർബ് ഫോംസും സിമിലർ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ കട്ട്, കട്ട്, കട്ട് എന്നുള്ളത്. അതുപോലെ നെക്സ്റ്റ് വൺ ആണ് 2 ഓഫ് ദ 3 ഫോംസ് ആർ സെയിം എന്ന് പറയുന്നത്. അതായത് 3 ഫോംസിലെ 2 എണ്ണം സെയിം ആയിരിക്കും. ഫോർ എക്സാമ്പിൾ കീപ്പ്, കെപ്റ്റ്, കെപ്റ്റ് എന്നുള്ളത്. മറ്റൊരു ടൈപ്പാണ് ഓൾ 3 ഫോംസ് ആർ ഡിഫറൻറ്റ്. അതായത് വെർബിൻ്റെ 3 ഫോംസ് ഡിഫറൻ്റ് ആയിരിക്കും. ഡ്രൈവ്, ഡ്രോവ്, ഡ്രൈവൺ എന്നായിരിക്കും. ഇതാണ് നമ്മൾ ഇറഗുലർ വെർബിൻ്റെ അണ്ടറിൽ വരുന്നത്. നെക്സ്റ്റ് ആണ് ഫിനിറ്റ് ആൻഡ് നോൺ ഫിനിറ്റീവ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. സബ്ജക്റ്റിൻ്റെ ഏകവചന ബഹുവചന രൂപങ്ങൾക്കനുസൃതമായും ടെൻസിനനുസരിച്ച് മാറ്റങ്ങൾ സംഭവിക്കുന്ന ക്രിയകളെ നമ്മൾ ഫിനിറ്റ് വെർബ്സ് എന്നും ഇപ്രകാരം മാറ്റങ്ങൾ ഒന്നും സംഭവിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ നോൺ ഫിനിറ്റ് വെർബ് എന്നുമാണ് പറയുന്നത്. ഇപ്പം നോൺ ഫിനിറ്റ് വെർബുകളെ നമ്മൾ 3ആയിട്ട് തിരിക്കുന്നുണ്ട്. ഇൻഫിനിറ്റീവ് വെർബ്, ജെറൻഡ് വെർബ്, പാർട്ടിസിപ്പിൾ വെർബ്. ആ 3 ടേംസും വെർബിൻ്റെ ബാക്കിയുള്ള ക്ലാസിഫിക്കേഷൻസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. സോ ഈ ക്ലാസ് നിങ്ങൾക്ക് വളരെ ഇൻഫോർമേറ്റീവും ഇൻട്രസ്റ്റിംഗുമായി തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റു കൂട്ടുകാർക്കായി ഷെയർ ചെയ്യാനും മറക്കരുത്. സോ താങ്ക് യു ഫോർ വാച്ചിങ്.